നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുദ്ധത്തിനിടയിൽ ഇസ്രായേലിനോട് അമേരിക്ക വീണ്ടും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കി ഗാസയിൽ അനിശ്ചിതകാലത്തേക്ക് കൂടി യുദ്ധം തുടരുന്നതിന് എതിർപ്പില്ല എന്നാണ് ഇസ്രായേലിനോട് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ആവശ്യമുള്ള സമയത്തിനപ്പുറം യുദ്ധം ദീർഘിപ്പിക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടി അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. ബന്ദികളുടെ മോചനവും ഗാസയിൽ കൂടുതൽ സഹായം എത്തിക്കാനും ലക്ഷ്യമിട്ടുള്ള താൽക്കാലിക വെടിനിർത്തലിനായി ശ്രമം തുടരുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സമഗ്ര വെടിനിർത്തലിന് തയ്യാറാകാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഹമാസ്. ഗൾഫിൽ കപ്പലുകളുടെയും സേനയുടെയും സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പെന്റഗൺ വ്യക്തമാക്കി. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഇസ്രായേൽ യുദ്ധകാര്യ ക്യാബിനറ്റ് യോഗം ലോകരാജ്യങ്ങളുടെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളിയിരുന്നു. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹമാസിനെ തുരത്തേണ്ടതിന്റെ ആവശ്യകത നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഗാൻഡ്രസും ജെയ്ക്ക് സള്ളിവനെ അറിയിക്കുകയുണ്ടായി. സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കി വേണം യുദ്ധമെന്ന ബൈഡന്റെ സന്ദേശം ഇസ്രായേലിന് കൈമാറിയെന്ന് വൈറ്റ് ഹൗസും അറിയിച്ചു. യുദ്ധം ഏതുവരെ എത്ര വരെ വേണം എന്നത് ഇസ്രായേലാണ് തീരുമാനിക്കേണ്ടത്. ആവശ്യത്തിൽ കൂടുതൽ ഒരു ദിവസം പോലും യുദ്ധം ദീർഘിപ്പിക്കരുതെന്നും US സ്റ്റേറ്റ് വകുപ്പും വ്യക്തമാക്കി. US സ്റ്റേറ്റ് വകുപ്പ് വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തിയെന്നാണ്. വെടിനിർത്തൽ നിർത്തില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ. പ്രധാന സഖ്യകക്ഷിയായ അമേരിക്കയിൽ നിന്ന് പോലും ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. അന്താരാഷ്ട്ര പിന്തുണയോടെയോ അല്ലാതെയോ ഗാസ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിക്കുന്നത്. അന്താരാഷ്ട്ര പിന്തുണ കിട്ടിയാലും ഇല്ലെങ്കിലും ഗാസയിൽ യുദ്ധം തുടരുമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാട്. കഴിഞ്ഞ ദിവസം ചേർന്ന UN ജനറൽ അസംബ്ലിയിൽ ഗാസയിൽ മാനുഷിക പരിഗണനകൾക്ക് പ്രാധാന്യം നൽകി എത്രയും വേഗം വെടിനിർത്തൽ നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ 153 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി. ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കണമെന്നായിരുന്നു പ്രമേയത്തിൽ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഹമാസിനെതിരായ യുദ്ധം അതിന്റെ ലക്ഷ്യം കാണാതെ അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി എലി കോഹൻ പറഞ്ഞത്. ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണത്തിലൂടെ രാജ്യത്തിന് ലോക ജനതയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ നഷ്ടമാകുകയാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതും ശ്രദ്ധേയമാണ്. ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ നിലപാടുകൾ മാറണമെന്നായിരുന്നു ജോ ബൈഡൻ പറഞ്ഞത്. വാഷിംഗ്ടണിൽ ഡെമോക്രാറ്റിക് പാർട്ടി അനുകൂലികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ജോ ബൈഡൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.